എല്ലാവർക്കും അറിയാം, സന്തോഷകരമായ ഒരു കാര്യം, നാദാപുരത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ പേരിൽ തൗഹീദ് മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അപ്പുറത്തേക്ക് പോയിട്ടില്ല. അതേ അവസരത്തിൽ മറിച്ചുള്ള അനുഭവങ്ങൾ ധാരാളമാണ്. ആ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരുപക്ഷെ വേണമെങ്കിൽ ഈ സദസ്സിൽ തന്നെ ധാരാളം ആളുകൾ ഉണ്ടായേക്കും. അത് ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ഹഖിന്റെ പവറാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടുകൂടി ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇങ്ങോട്ടൊരൊറ്റ വ്യക്തിയും വന്നിട്ടില്ല എന്റെ പ്രസംഗം കൗണ്ടർ ചെയ്ത്. എന്നാൽ ഒന്ന് മാത്രം ബർക്കത്തിന് ഞാൻ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ഒരാളുടെ ശബ്ദം നിങ്ങൾ കേൾപ്പിക്കുന്നു. മൗലവിക്ക് പോയി അന്വേഷിച്ച് നിജസ്ഥിതി മനസ്സിലാക്കി അടുത്ത വരവ് ഒരു 12 മാസം കഴിഞ്ഞിട്ടോ അല്ലാതെയോ വരുന്ന സമയത്ത് ഒന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹലോ ഹലോ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാഹ് ഖൈറ്. ഹലോ, ഞാൻ ഖത്തറിൽ നിന്നാണ്. പറയ്, എന്താ പേര്? എന്റെ പേര് അബ്ദുറസാഖ്. എവിടെ സ്ഥലം? തൃശ്ശൂർ ജില്ലയിലാണ്, ചാവക്കാട്. ചാവക്കാട്. ഖത്തർ പറയാലോ? ഖത്തറിൽ ഇപ്പൊ ഒരു ഏകദേശം 5 കൊല്ലായി. ശരിയാ. സുഖം തന്നെ അല്ലേ? അൽഹംദുലില്ലാഹ് സുഖമാണ്. പിന്നെ എന്തെല്ലാം വിശേഷം പറയും? നല്ല വിശേഷം, സുഖമാണ്. ഞാന് വെങ്കിടങ്ങില് RFക്ക് പറഞ്ഞിരുന്നില്ലേ? അതെ, നിങ്ങൾ നേരത്തെ മുജാഹിദ് ആശയക്കാരനായിരുന്നോ? അതിനോട് ബന്ധപ്പെട്ടപ്പോഴാണ് അവിടെ ജോലിക്ക് പോയത്. അതിലൊക്കെ അനുഭവം തോന്നിയിട്ട്. മുജാഹിദ് പള്ളിയില്? അതെ. ഏത് പള്ളിയില്? അവിടെ വെങ്കിടങ്ങ് സെന്ററിലൊരു പള്ളി, മനസ്സുണ്ട് അവരെ സ്ഥലത്തേക്ക് മറ്റു അതിന്റെ ജോലി ചെയ്തു. ശരിയാ. അവിടെ ഇമാമത്തേന്? ഇമാമത്താൻ. അങ്ങനെ പിന്നെ ഇവിടെ പിന്നെ അതിനുശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ റഫീഖ് നമ്മളെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടോ? ഉണ്ട്. ഇവിടുന്നാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. നാദാപുരം കണ്ട അതുപോലെയുള്ള കേസറ്റുകളൊക്കെ ഇവിടുന്നാണ് കേട്ടത്. അപ്പോഴാണ് പിന്നെ ഇതിന്റെ ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായത്. രണ്ടുപേരും മുഖാമുഖം നിന്നിട്ട് പറയുമ്പോഴാണ് കൂടുതൽ വ്യക്തത ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ ആണ് കാര്യങ്ങൾ മനസ്സിലായത്. ഇപ്പോ റാഹത്താണ്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ അപ്പുറത്ത് നിന്ന് ഒരൊറ്റ ആളും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് സലഫി പള്ളിയിലെ ഇമാമ് നാദാപുരം ഖണ്ഡനം കേട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നതായി എന്നെ തന്നെ വിളിച്ചു ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സംഭവം ഈ സദസ്സിൽ കേൾപ്പിച്ചിട്ടുള്ളത്. ഇത് മൗലവിക്ക് കാതുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. നമ്മുടെ പ്രസംഗം 7 പ്രാവശ്യം ഇവിടെ തുടർന്നു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കിതാബുകൾ കൊണ്ടുവന്ന് നിരത്തി. ദശക്കണക്കിന് ഇമാമുകളുടെ കിതാബുകൾ വായിച്ചുകൊണ്ട് ഇമാമുകളും ഇസ്തിഗാസയും ഇമാമുകളും എന്ന വിഷയം അവതരിപ്പിച്ച് പ്രസംഗിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ പ്രസംഗം കേട്ടു. വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരക്കണക്കിന് CD-കൾ പലരും വാങ്ങി അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതി അവർ ഫ്രീ ആയി വിതരണം ചെയ്തു. അങ്ങനെ ധാരാളം ആളുകൾ ആ വിഷയം നന്നായി പഠിച്ചു. ഇപ്പോ നമ്മുടെ നാട്ടിൽ കുറെ വിദ്യാഭ്യാസ രംഗത്തും നല്ല ഉയർന്ന ആളുകളും സാധാരണക്കാരൊക്കെ മൗലവിമാരെ കണ്ടാൽ അവർ ചോദ്യം ചോദിക്കാൻ അങ്ങോട്ട് പോവാൻ, മൗലവിമാരോട് ചോദ്യം ചോദിക്കുക. പക്ഷെ മൗലവിമാര് നിൽക്കുന്നില്ല, മെല്ലെ തെറ്റിക്കളയും. ഈ അടുത്ത് ഒരു കോളേജ് ലെക്ചറർ അദ്ദേഹം
ഫിസിക്സിന്റെ ലെക്ചററാണ്. അദ്ദേഹം സെലഫി സ്ഥാപനത്തിൽ പോയി മൗലവിമാരോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം പള്ളി ദർസിലൊന്നും ഓതിയ വലിയ ആലിമൊന്നുമല്ല, പക്ഷേ 7 ഖണ്ഡന പ്രസംഗവും നന്നായി കേട്ട് പഠിച്ചിട്ടുണ്ട്. മറ്റേ മൗലവിന്റെ പ്രസംഗവും കേട്ടിട്ടുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യനാണ്, ഹിദായത്തുണ്ട്. അങ്ങനെ കിതാബും എടുത്തു പോയി. ഇമാം നവവി റളിയല്ലാഹുവിന്റെ ശർഹുൽ മുഹദ്ദബും എടുത്തു പോയി. മൗലവിമാര് കുടുങ്ങി മറിഞ്ഞ് നോ ആൻസർ. ഒന്ന് വെച്ചുകൊടുത്താ മോനെ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി ശുപാർശ ചെറുക്കല്ലേ അല്ലാന്നോ അല്ലേ? അല്ലാതെ നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോയി യാ റസൂലല്ലാഹ് വഖദ് ജിത്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി എന്ന് റസൂലുള്ളാഹി നേരെ ഹിതാബോട് കൂടി ശുപാർശ നേടിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. ആ വാചകത്തിൽ ഇല്ലാന്നാണോ നിങ്ങളുടെ വാദം? അവിടെ ശിർക്കില്ലാന്നാണോ വാദം? ഈ ശുപാർശ നേടലുണ്ടോ? അവരുടെ അടുത്ത് പോയി ശുപാർശ നേടലുണ്ടായിരുന്നു. അതെ, അതല്ല ഇത് വായിച്ച അർത്ഥം എന്താ? ഓക്കെ, പിന്നെ അതിന്റെ അർത്ഥം എന്താ? പിന്നെ അതിന്റെ അർത്ഥം ഉണ്ടാവുമല്ലോ ആ വാക്കിന്. മഞ്ഞളില്ല ഇവിടെ അല്ല ആവശ്യമില്ലല്ലോ. എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധമില്ലാണ്ടാണ് നിങ്ങൾ എന്നോട് പറഞ്ഞ ചെറിയ കുട്ടികൾ സംശയമുണ്ട്. അത് വേണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട, എല്ലാവരും ചെറിയ കുട്ടീനെ വിടാം. നിങ്ങൾ ആ മാതിരി വർത്താൻ നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് നമുക്ക് അഭിമുഖം പറ്റുമെന്ന് പറയാം. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ചെറിയ കുട്ടി വലിപ്പം കൂടിയതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ഒരു കുട്ടീനെ വിടാം. നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, വലിപ്പം കൂടിയതാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ നമുക്ക് ഒരു കുട്ടീനെ വിടാം. ഞാൻ ഈ വിഷയത്തിൽ പുതിയ വർത്തമാനം നിങ്ങളാണ് ഈ എല്ലാ വർത്തമാനം നിങ്ങൾ അതിന് എന്നോട് പറഞ്ഞ ഇസ്തിഹാസ ഇല്ലായിരുന്നു, തവസ്സുലാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ അപകടങ്ങളൊന്നും ഇല്ലാതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. തവസ്സുൽ മരണാനന്തര തവസ്സുലിന്റെ വിധി എന്ത്? ഒന്ന്, അവിടെ തവസ്സുല് മാത്രമേ ഉള്ളൂ, ഇസ്തിഹാസ ഇല്ല എന്നാണോ? 2, മൂന്നാമത്തേത് നബി ഇമാം ഉമ്മക്ക് മുമ്പ് വേറെ ഇതിനെതിരായി പറഞ്ഞിട്ടുണ്ടോ? 4, 5 നബി ഇമാം അംഗീകരിച്ചിട്ട് പറഞ്ഞതാണോ അല്ലയോ? ഇതാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. ചോദ്യത്തിന് ആവർത്തിച്ച് പറയണത്. നബിമാവിന്റെ ഇസ്തിഹാസകളാണെങ്കിൽ അവസരം കൊടുക്കാം. ആലോചിച്ച് പറയേണ്ട വിഷയമാണല്ലോ ശരിക്കും. ഇത് വിശദമായി ആദ്യം മുതൽ അവസാനം വരെ വേണേ സാസ് കിട്ടും. ഈ CD ഞാൻ ഒരു ഭാഗം മാത്രം കൽപ്പിച്ചതാ. ഈ ഫിസിക്സിന്റെ ലെക്ചറർ മൗലവിമാരോട് ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോഴും ഈ സദസ്സിലുണ്ടാവും. മൗലവിമാർ എപ്പോഴെങ്കിലും റെഡി ഉണ്ടെങ്കിൽ അയാൾ തന്നെ പറഞ്ഞേച്ചു തരാം. ഏതെങ്കിലും മൗലവി തയ്യാറുണ്ടെങ്കിൽ ഇതേ മാഷെ തന്നെ അയച്ചു തരാം. അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. അയാൾ 7 ഖണ്ഡന പ്രസംഗം പഠിച്ചതാണ്. അങ്ങനത്തെ 100 കണക്കിന് ആളുകളെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ 7 ഖണ്ഡനത്തിലൂടെ വാർത്തെടുക്കാൻ സാധിച്ചു. ഇത് ഞാൻ ചോദിക്കട്ടെ, അപ്പുറത്ത് 8 ഖണ്ഡന പ്രസംഗം നടത്തിയല്ലോ. ഒരൊറ്റ മനുഷ്യൻ സദസ്സെന്ന് വാർത്തെടുത്തത് വേണ്ട, ആ പ്രസംഗിച്ച ആള് തന്നെ നേരിൽ സംസാരിക്കാൻ റെഡിയുണ്ടോ? ഈ മാഷുമായിട്ട്, ഈ മാസ്റ്ററുമായിട്ട് നേരിൽ സംസാരിക്കാൻ അപ്പുറത്ത് പ്രസംഗിക്കുന്ന മൗലവി തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളെ ഖണ്ഡന പ്രസംഗത്തിന്റെ ഫലമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് അറിയിച്ചോളൂ. ഇപ്പൊ തന്നെ മാഷോട് ഡേറ്റും ഞാൻ വാങ്ങി തന്നേക്കാം. ഞാനൊന്നും ആവശ്യമില്ല. ഇബ്രാഹിം സാദ് വേണ്ട, മുത്തലിബ് സാദ് വേണ്ട, തങ്ങൾ വേണ്ട, ഞങ്ങൾ ആരും വേണ്ട. ഈ മാഷോട് സംവാദം നടത്താൻ കിതാബ് വെച്ചിട്ട് ഇതുപോലെ കിതാബും വെച്ച് പറയണം. അദ്ദേഹം കിതാബും വെച്ച് സംസാരിക്കുന്നില്ലേ, അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ നീട്ടി മുറിക്കാൻ വേണ്ടി കുറെ അപ്പുറത്തൊന്നും പറയാനല്ല, മറിച്ച് കിതാബും വെച്ച് സംസാരിക്കുക. അതിന് ഇദ്ദേഹം ചെയ്തതുപോലെ കിതാബ് വെക്കുക, സംസാരിക്കുക. അതിന് തയ്യാറുണ്ടോ?